കരുവന്നൂർ കള്ളപ്പണക്കേസ് കോടതി നടപടികളിലേക്ക് ഇ.ഡി. രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ച കേസ് ഈ മാസം 21-ന് വിചാരണ കോടതിയായ കലൂർ PMLA കോടതി പരിഗണിക്കും. മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും എ.സി. മൊയ്തീനും അടക്കം 28 പ്രതികൾക്കും ഹാജരാകാനുള്ള തീയതി നിശ്ചയിച്ച് കോടതി നോട്ടീസ് അയക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം നേരത്തെ തന്നെ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നു. ഇനി ഉള്ളത് വിചാരണ നടപടികൾ ആരംഭിക്കുക. അതിന് മുന്നോടിയായിട്ട് കേസ് ഈ മാസം 21-ാം തീയതി വിചാരണ കോടതിയായിട്ടുള്ള കലൂർ PMLA കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 സ്ഥാപനങ്ങളടക്കം 55ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. ഇവർ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ളത് ഈ പറയുന്ന പ്രതികൾക്ക്, അതായത് CPM-ന്റെ പ്രാദേശിക തലം മുതൽ ജില്ലാ തലം, അതോടൊപ്പം തന്നെ MP അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. കെ രാധാകൃഷ്ണൻ MP, എ.സി. മൊയ്തീൻ ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾക്ക് നോട്ടീസ് അയച്ചു വരുത്തി അവരെ വിളിപ്പിക്കാനായിട്ടുള്ള നടപടികളാണ് ഇനി ഉള്ളത്. 21-ാം തീയതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനായിട്ടുള്ള കാര്യങ്ങളും കോടതി ചെയ്യും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ അതിൽ 25,000 പേജുള്ള കുറ്റപത്രമായിരുന്നു. അതിന്റെ കോപ്പി അടക്കം ഈ പറയുന്ന എല്ലാ പ്രതികൾക്കും നൽകണം. രണ്ടാം ഘട്ട കുറ്റപത്രം എന്ന് പറയുന്നത് 5,000 പേജുള്ള കുറ്റപത്രമാണ്. അതിന്റെ കോപ്പിയും പെൻഡ്രൈവിലാക്കി നൽകേണ്ടതുണ്ട്. എന്തായാലും ഈ 28 പ്രതികൾ, രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചതിൽ 28 പ്രതികളുണ്ട്. രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ എ.സി. മൊയ്തീൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് അടക്കം നോട്ടീസ് അയച്ചുകൊണ്ട് അവരെ വിളിച്ചു വരുത്തും. എന്തായാലും അവർ നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കേണ്ടതുണ്ട്. ഇനി ഉള്ളത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് വിചാരണ ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കുറ്റപത്രം ഈ എല്ലാ പ്രതികൾക്ക് മുന്നിലും വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ, അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഈ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുവാനായിട്ടുള്ളത്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. 21-ാം തീയതിയാണ് ഈ കേസ് പ്രതിക്കൂട്ടിലാക്കിയ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഇടപാട് തന്നെയായിരുന്നു കരുവന്നൂർ ബാങ്കുമായി ചേർന്നുകൊണ്ട് കള്ളപ്പണ ഇടപാട് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ജില്ലാ തലം മുതലുള്ള നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ ചോദ്യത്തിന് ഇരയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരെ കുറ്റപത്രത്തിലടക്കം പ്രതികളാക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് CPM-ന്റെ അടക്കം വസ്തുക്കൾ കണ്ടുകെട്ടിയ ഒരു സാഹചര്യമുണ്ട്. CPM-ഉം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സാഹചര്യം. എന്തായാലും ഈ കെ രാധാകൃഷ്ണൻ MP, അതോടൊപ്പം തന്നെ എ.സി. മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ മാസം 21-ാം തീയതി വിചാരണ കോടതിയായിട്ടുള്ള കലൂർ PMLA കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.